പൊള്ളാച്ചി ലൈംഗിക അതിക്രമ കേസിൽ 9 പ്രതികൾക്ക് ജീവപര്യന്തം തടവും കനത്ത പിഴയും വിധിച്ച് കോയമ്പത്തൂർ മഹിളാ കോടതി. 8 അതിജീവിതകൾക്കുമായി 85 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും കോടതിയുടെ ഉത്തരവ് വരികയാണ്. കെ.വി. ശ്രീധരനുണ്ട്. ശ്രീധരൻ, ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു ബലാത്സംഗ കേസ്. അതിലെ പ്രതികൾക്കുള്ള ശിക്ഷാവിധി എത്രത്തോളം കഠിനമാണ്? പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. പ്രജീഷ്, 2016 മുതൽ 18 വരെ ഉള്ള കാലയളവിലാണ് ഈ പീഡനങ്ങളെല്ലാം നടന്നത്. അന്ന് പെൺകുട്ടികളെ സമൂഹ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ട് അവരോട് അടുപ്പം സ്ഥാപിച്ച ശേഷം അവരെ ആളൊഴിഞ്ഞ ഇടത്തേക്ക് കൊണ്ടുപോയി അവരെ പീഡിപ്പിക്കുകയും അതിന്റെ ദൃശ്യങ്ങൾ പകർത്തുകയും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പണം തട്ടുകയും ചെയ്തു എന്നുള്ളതാണ് കേസ്. വലിയ റാക്കറ്റ് തന്നെ ഇതിന്റെ പിന്നിലുണ്ട് എന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായി. ഏതായാലും അതിജീവിതകളിൽ ഒരാൾ ഈ വിവരം സഹോദരനോട് പറയും. പിന്നീട് അത് പോലീസിൽ അറിയിക്കുകയും ചെയ്തതോടെയാണ് ഈ വിവരം പുറത്തറിയുന്നത്. തുടർന്ന് CBCID കേസ് അന്വേഷണം ആരംഭിച്ചു. പിന്നീട് CBIയിലേക്ക് കൂടി അന്വേഷണം പോവുകയാണ് ചെയ്തത്. ഏതായാലും കൃത്യമായിട്ടുള്ള അന്വേഷണം ഈ വിഷയത്തിൽ നടന്നു. തമിഴ്നാട് രാഷ്ട്രീയത്തെ തന്നെ, അന്നത്തെ DMK സർക്കാരിനെ തന്നെ വല്ലാതെ പ്രതിരോധത്തിലാക്കിയ കേസ് കൂടിയാണിത്. ആ കേസിലാണ് ഇപ്പോൾ ഈ 9 പ്രതികളും കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും അവരെ മരണം വരെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയും ചെയ്തത്. 85 ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. ഈ തുക ഈ അതിജീവിതകൾക്ക് വീതിച്ചു നൽകണമെന്നും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. കോയമ്പത്തൂരിലെ വനിതകൾക്കായുള്ള കോടതിയിലാണ് ഈ കേസിന്റെ വിചാരണ നടപടികളൊക്കെ നടന്നത്. അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു വിചാരണ നടപടികൾ പുരോഗമിച്ചത്. ഏതായാലും അതിനൊടുവിൽ ഈ കുറ്റക്കാർക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. കനത്ത ശിക്ഷയാണ് ഇപ്പോൾ കോടതി പ്രതികൾക്ക് നൽകിയിരിക്കുന്നത്.